നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് നിവിൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഡാൻസ് കളിക്കാൻ കാവേരി വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം സ്റ്റേയില്. ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത്? അവള് പറ്റിക്കുമോന്നൊരു ചിന്ത. ഉടനെ നിവിൻ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് വിനീതിനോട് ചോദിച്ചു, എടാ അവള് പറ്റിക്കോ, അവള് വരുമോന്ന് ചോദിച്ചു. അവള് വരും, നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രാജേശ്വരിയുടെ സഹായം ഉണ്ടായിരുന്നു അവിടെ. അവനങ്ങോട്ടേക്ക് വരുവാണ്. വന്നിട്ട് ചോദിച്ചു, അല്ല ഇതുവരെ ആയിട്ട് ഡാൻസ് കളിക്കാനായിട്ട് ആൾക്കാർ വന്നോ? ഗസ്റ്റുകൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുമല്ലേന്ന് ചോദിച്ചു. അതെ. അല്ല വരുമോ നിവിനെ? എങ്ങാനും വരാതിരിക്കോ? വരും, ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അതെ, ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അവരെ വിളിക്കുക, വരാൻ പറ, അല്ലെങ്കിൽ ഒത്തിരി സമയം നമുക്ക് ഗസ്റ്റുകളെ ഇവിടെ പിടിച്ചിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നീട് അവൻ അങ്ങോട്ട് പോയി. ആ സമയത്ത് കാവേരി അങ്ങോട്ടേക്ക് വരുന്നേ. കാവേരി വന്നിട്ട് നിവിനോട് ചോദിച്ചു, അല്ല ഞാൻ താമസിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? പിന്നെ താമസിച്ചിട്ടില്ല പോലും, ഗസ്റ്റുകൾ വന്ന് കുറെ സമയമായി വെയിറ്റ് ചെയ്തിരിക്കുന്നേ. ഞാൻ പറഞ്ഞോ ഗസ്റ്റുകളോട് വന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്? അവർ നേരത്തെ വന്ന് എന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് രാജേശ്വരുടെ സഹായം ഇങ്ങോട്ട് വരുന്നത്. ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. ഡാൻസ് കളിക്കാനോ? ഇവളോ? എടി നിനക്ക് എന്നെ ഡാൻസ് ഒക്കെ അറിയോ? പിന്നല്ലേ, എങ്ങനത്തെ ഡാൻസ് ഞാൻ കളിക്കണം? എനിക്ക് എല്ലാ ഡാൻസും അറിയാൻ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൻ പറഞ്ഞു, ദൈവമേ, രാജേശ്വരമാടോ അങ്ങനെ കണ്ടാ തീർന്നെന്ന് പറഞ്ഞു. നിവിൻ ചോദിച്ചു, അല്ല അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ലോ അല്ലേ? വരത്തൊന്നുമില്ല, എന്നാലും. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ഞാൻ പോയി റെഡിയായിട്ട് വരാം. എവിടെയാ ഡാൻസ് കളിക്കണ്ടേ? ഇത് എവിടെയാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞൊരു കാവേരി അകത്തേക്കും കൂടി പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി റെഡിയായിട്ട് വന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങണം. ആ സമയത്ത് നിവിനൊക്കെ ഭയങ്കര സന്തോഷമായി. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഗസ്റ്റുകളെ എല്ലാം സന്തോഷിപ്പിച്ചു. നിവിനും പിന്നെ രാജേശ്വര സഹായമൊക്കെ ആ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. കാരണം അമ്മാതിരി നല്ല ഡെപ്പാങ്കുത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡാൻസിന് കാവേരി കളിച്ചത്. ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കാവേരി നിവിന്റെ അടുത്തേക്ക് വന്നു. നിവിനോട് വന്നിട്ട് പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു. ഗസ്റ്റിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ചെയ്യാം, ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു. ഫുഡ് കഴിച്ചിട്ടോ? അതെ, ഇവിടെ ഇഷ്ടംപോലെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ഇത്ര പെട്ടെന്ന് പോകേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അതെ നിങ്ങളുടെ അമ്മ ഇല്ലേന്ന് ചോദിച്ചു. അതെ, അമ്മ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജേശ്വരിയുടെ സഹായം കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവൻ വന്നിട്ട് നിവിനെ നോക്കുകയാണ്. ആ സമയം നിവിൻ പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യാം, നീ പോയി കഴിക്കാനൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അരുള്ള കാപ്പിയെങ്കിലും കുടിച്ചിട്ട്, എനിക്ക് കാപ്പിയൊന്നും വേണ്ട, തരാന്ന് പറഞ്ഞ പൈസ ഇങ്ങ് തരുവാണ്, ഞാൻ പോയിക്കൊണ്ടായിരുന്നെന്ന് പറഞ്ഞു. അല്ല എന്താ ഇത്ര ധൃതിയുണ്ട്? കട അടയ്ക്കുന്നതിന് മുമ്പ് പോണോന്ന് പറഞ്ഞു. കട അടയ്ക്കുന്നതിന് മുമ്പോ? അതേന്ന് പറഞ്ഞു. അങ്ങനെ പൈസ അങ്ങോട്ട് കൊടുത്തു. പൈസ എണ്ണിയൊക്കെ തിട്ടപ്പെടുത്തി. അപ്പൊ ശരി, കാണാന്ന് പറഞ്ഞിട്ട് കാവേരി പെട്ടെന്ന് പോയി. ആ സമയം സഹായിച്ചു, അല്ല ഇവിടെ എന്തിനാ ഇത്ര ധൃതി വിട്ട് പോകുന്നേ? എന്താടാ? അല്ല കട അടയ്ക്കുന്നതിന് മുമ്പോ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എടാ നിനക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും, അതുകൊണ്ട് അവള് പോകുന്നേന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആയിരിക്കുമില്ലേ, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയി. നിവിൻ നോക്കുവാണ് കാവേരി പോകുന്നത്. എന്ത് ഭംഗിയായിട്ട് അവള് ഡാൻസ് കളിച്ച് എന്തൊക്കെയാണ് ചിന്തയായിരുന്നു നിവിന്റെ മനസ്സിൽ. സമയത്ത് അരവിന്ദനും ശാരദയൊക്കെ കാവേരിക്കുള്ള ഗംഗയ്ക്കുള്ള ആഭരണമൊക്കെ എടുക്കാൻ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് യമുനയും ഗംഗയൊക്കെ വിളിക്കണം. അവരങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരവിന്ദൻ പറഞ്ഞു, മോള് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഗംഗയോട്. എന്താ വെച്ചാ കാര്യം എന്താ? ആ സമയത്ത് രാധമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും അരവിന്ദൻ പറഞ്ഞു, അമ്മേ മോൾക്കുള്ള ആഭരണമൊക്കെ എടുത്തെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാധമ്മ ഒരു പുച്ഛഭാവത്തിൽ നോക്കുകയാണ്. രാധമ്മയ്ക്ക് ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാരണം വിനീതുമായിട്ടുള്ള കല്യാണം നടക്കുമായിരുന്നെങ്കിൽ രാധമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ രാധമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ശാരദ പറഞ്ഞു, അമ്മ ഈ ആഭരണമൊക്കെ നോക്കാനും പറഞ്ഞു. അതങ്ങോട്ട് തുറന്നു കാണിക്കുകയാണ്. പക്ഷെ രാധമ്മ ഇങ്ങനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മോന്തിരിക്കുകയാണ്. ആ സമയത്ത് ഗംഗ പറഞ്ഞു, അമ്മേ കാണിച്ചമ്മേന്നൊക്കെ പറയണം. യമുന പറഞ്ഞു, ഇങ്ങാട്ടെ ഞങ്ങൾ തുറന്നു നോക്കാന്നൊക്കെ പറഞ്ഞ് നോക്കുവാണ്. ആഭരണം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ ചോദിച്ചു, ഇതിന് കുറെ പൈസയായി കാണൂലോ അച്ഛാന്ന് പറഞ്ഞു. കുറച്ച് പൈസയൊക്കെ ആയെന്ന് പറഞ്ഞു. നിന്റെ അച്ഛന്റെ കാര്യല്ലേ, നിന്റെ അച്ഛന് ഒന്നിനും ഒരു കുറവ് വരുത്തില്ല എന്നൊക്കെ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആഭരണമൊക്കെ വാങ്ങിയെന്നൊക്കെ ശാരദ പറയാണ്. പിന്നീട് ഒരു ബോക്സും കൂടെ തുറന്നു കാണിക്കണം. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ ചോദിച്ചു, ഇത് വാങ്ങിയോന്ന് ചോദിച്ചു. അപ്പം ഒടിയാണോ നെറ്റിച്ചൂട്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാടകയ്ക്ക് എടുക്കാന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നേ. പക്ഷെ അതും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതോടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഗംഗ പറഞ്ഞു, അല്ലച്ച ഇത് വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ, വാടകയ്ക്ക് എടുക്കാന്നല്ലേ പറഞ്ഞേ? അതെ, എന്റെ മോൾ എന്താണെങ്കിലേ മറ്റുള്ളവർ ഉപയോഗിച്ചൊന്നും ഉപയോഗിക്കണ്ട. എന്റെ മോളുടെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷത്തിരിക്കണ സമയത്ത് ശാരദ ചോദിച്ചു, അല്ല കാവേരി എന്തി അവളെ കാണുന്നില്ലോ എന്ന് പറഞ്ഞു.
ഗംഗ പറഞ്ഞു അച്ഛനും അമ്മയും പുറത്ത് പോയ ഉടനെ അവളും ഈ വീട്ടിൽ നിന്ന് പോയതാ, എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എവിടെ പോയെന്ന് അറിയില്ലെന്നോ? അപ്പോഴേക്കും അരവിന്ദ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ച് കഴിയുമ്പോഴത്തേനും റേഞ്ച് കിട്ടുന്നില്ല, പരിധിക്ക് പുറത്താ പറയണേ. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ, പരിധിക്ക് പുറത്താണല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് ഇങ്ങോട്ടേക്ക് വരട്ടെ, എവിടെയാലും മരത്തെ കയറാൻ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരദ കിടന്ന് ദേഷ്യപ്പെടുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാവേരി വീട്ടിലേക്ക് വരുവാണ്. കാവേരി വീട്ടിലേക്ക് വന്ന് ഗംഗയെ വിളിക്കുകയാണ്, ഗംഗേച്ചി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ഗംഗ യമുനയൊക്കെ ഇറങ്ങി വന്നു. അല്ല എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു ബോക്സും കൊടുത്തു, നോക്കാൻ പറയാണ്. ഇതെന്താന്ന് ചോദിച്ചു. നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് നെറ്റ് ചുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല അമ്മയോട് പറഞ്ഞു ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ മേടിച്ചു തരില്ല എന്നൊക്കെ, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ യമുന പറഞ്ഞു അതെ അമ്മ വാങ്ങിയായിരുന്നു പറഞ്ഞു. വാങ്ങിയായിരുന്നോ? ദൈവമേ, അങ്ങനെയൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കുമാണ് കയ്യിലൊരു വലിയ വടിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ശാരദ വരുന്നേ. ശാരദ വന്നിട്ട് നീ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അമ്മേ ഞാൻ ഇതൊക്കെ വാങ്ങിക്കാൻ നിനക്ക് എവിടെ നിന്നാടി പൈസ കിട്ടിയെന്ന് ചോദിച്ചോ. അല്ല അത് ഞാൻ സത്യം പറയുന്നു പറഞ്ഞു കുറെ അടിക്കുവാണ് വടി വെച്ചാൽ. അപ്പോഴേക്കും അരവിന്ദൻ ഓടി വന്നു. നീ എന്ത് പരിപാടിയൊക്കെ കാണിക്കണം ശാരദ, അങ്ങോട്ട് മാറി നിൽക്കാനും പറഞ്ഞ് ശാരദയെ മാറ്റി നിർത്തണം. അപ്പോഴേക്കും രാധമ്മേ നിളയൊക്കെ വന്നു. ആ സമയം അരവിന്ദ് ചോദിച്ചു നീ എന്തിനാ അവളെ അടിക്കണമെന്ന് ചോദിച്ചു. മോള് മരം കയറാൻ പോകുന്ന അച്ഛൻ കാണുന്നില്ലല്ലേ, അവള് തോന്നിയാസം നടക്കുവാന്ന് പറഞ്ഞു. നീ അവളെ അടിക്കണ എന്തിനാന്ന് പറ. അല്ല അവൾക്ക് ഇതൊക്കെ മേടിക്കാൻ എവിടുന്നാ പൈസ കിട്ടിയെന്ന് ചോദിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അരവിന്ദൻ ചോദിച്ചു മോളെ ഇത് എവിടുന്നാന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല കാവേരി. അപ്പോഴേക്കും പറഞ്ഞു അടുത്ത വീട്ടിൽ അവര് പറഞ്ഞു എവിടുന്നാന്നുള്ള കാര്യം. ഇവളെ ഹോം സ്റ്റേ ഡാൻസ് കളിക്കാൻ പോയിരുന്നെന്ന്. ഡാൻസ് കളിക്കാനോ? അതെ അതെവിടെയാന്ന് ചോദിച്ചു നോക്ക്. ജയപാലിന്റെ സഹോദരി ഉണ്ടായിരുന്നല്ലോ ആ രാജേശ്വരി, അവരുടെ ഹോം സ്റ്റേ ഡാൻസ് കളിക്കാൻ പോയെന്ന്. അത് കേട്ടപ്പം അരവിന്ദൻ ചോദിച്ചു സത്യമാണോ മോളേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ അവൻ നിവിനുണ്ടല്ലോ, നിവിൻ വിനീതേട്ടനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു ഡാൻസ് കളിക്കാൻ ആളെ കിട്ടുമെന്ന്. കാരണം അവിടെ അടുത്ത് വന്ന് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ ആള് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പൈസയും കൊടുക്കും. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, പൈസ ഇല്ലായിരുന്നു. കെങ്കേച്ചിക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമായിരുന്നു. അതിന് നിനക്ക് എന്നോട് ചോദിച്ചാൽ പറയായിരുന്നോ? അത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയും കൊണ്ട് മേടിച്ചു കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അരവിന്ദൻ പറഞ്ഞു കൊള്ളാം, ഡാൻസ് കളിച്ച് ഒടുവിൽ തല്ലും കിട്ടിയില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരദ പറഞ്ഞു എന്തിനു വേദന അരവിന്ദയുടെ സപ്പോർട്ടാണല്ലോ, അത് അവൾ ഇങ്ങനെ അവളുടെ തോന്നിയാസം നടക്കുക. അച്ഛനും മക്കളും കൂടെ എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഇനി പോകുമ്പോൾ ഇവളെയും കൂടെ ഗൾഫിന് കൊണ്ടക്കോ, എന്നെ കൊണ്ട് പറ്റില്ല ഇവളെ നോക്കാനായിട്ട്, ഇവളും വല്ല മരത്തേലും കയറി നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അത് കേട്ടപ്പോൾ അരവിന്ദൻ പറഞ്ഞു മോളെ ഇനി ഇങ്ങനെയൊന്നും പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ആ സമയം ഗംഗ ചിരിക്കുകയാണ്. ഇത് ഗംഗേച്ചി ചിരിക്കരുത്, എല്ലാം ഗംഗേച്ചിക്ക് വേണ്ടിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കാവേരി അങ്ങോട്ടേക്ക് പോവാണ്. അതേ സമയത്ത് അരവിന്ദൻ പറഞ്ഞു അതെ ഞാൻ ജയപാലിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ അങ്ങോട്ടേക്ക് പോയി. അതേസമയം വിനീതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വിനീത് ആകെപ്പാടെ വിഷമത്തിലാണ്. കാരണം കടയിൽ ബോർഡ് മാറ്റണം. അപ്പൊ ബോർഡ് മാറ്റുന്നുണ്ട് അവര്. ഇക്കായെല്ലാരും കൂടി ചേർന്ന് ബോർഡൊക്കെ മാറ്റുവാണ്. അപ്പൊ ആ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ മായച്ചു കളയണം. ആ സമയം നിവിനോട് പറഞ്ഞു കണ്ടില്ലടാ എന്റെ ചങ്ക് തകരുവാന്ന് പറഞ്ഞു. എടാ വിഷമിക്കണ്ട, നീ എന്തിനാ സങ്കടപ്പെടുന്നേ, അവളുടെ കല്യാണം അല്ലേ, അവള് കല്യാണം കഴിഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞു. നിനക്കത് പറയാം, കുഞ്ഞുനാളിലെ മുതൽ അവളെ എൻ്റെ ആന്ന് വിചാരിച്ച് ഞാനിരുന്ന. എനിക്ക് എന്തൊക്കെ പ്രതീക്ഷയാണെന്നറിയാവോ. അവളുടെ കഴുത്ത് ഞാൻ താലിയാർത്തും, അവള് കടയിലേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ തൈലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് മാത്രമല്ല ഞങ്ങളുടെ കുടുംബം കുട്ടികൾ എന്തൊക്കെ സ്വപ്നങ്ങളെ കണ്ടേന്നറിയാവോ. ഒടുവില് അവൾക്ക് എന്നെ വേണ്ട പോലും. സാരമില്ലടാ പോട്ടെ, ഇഷ്ടമില്ലാത്തൊക്കെ പോകുന്നതല്ലേ നല്ലത്. എന്നാലും നീ പേടിക്കൊന്നും വേണ്ട, അധികം വൈകാൻ നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരും. ആ പെണ്ണ് വന്നു കഴിയുമ്പോഴത്തേനും അവളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പതിപ്പിക്കാം, പിന്നെ പേരൊക്കെ അവളുടെ കൊടുക്കാം. എങ്ങനെയുണ്ട്? ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരും തോന്നില്ലടാ. അതൊക്കെ നിന്റെ തോന്നലടാ വിനീതെ. ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയണെന്ന് ചോദിച്ചു. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും കുറെ കാലം കഴിയുമ്പോഴത്തേനും നീ ഇതൊക്കെ മറക്കൂന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് വരാൻ പോകുന്നില്ലടാ. ഞാൻ അവളെ ആത്മാർത്ഥമായിട്ടാ സ്നേഹിച്ചേ, അവളില്ലാതെ വേറെ ആളും എന്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു നല്ല പെൺകുട്ടി വന്നു കഴിയുമ്പോഴത്തേനും നീ ഇതൊക്കെ മറക്കൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനീതിനെ മനസ്സ് മാറ്റായിട്ട് നിവിൻ ശ്രമിക്കുവാണ്. ഇതേ സമയത്ത് ഗംഗയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കാവേരി. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവരെങ്ങനെ അതൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും നീള പറഞ്ഞു അല്ല ഗംഗേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ ഗംഗേച്ചി വീട് വിട്ട് പോവല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു എന്താ പോകണ്ടേന്ന് ചോദിച്ചു. വേണ്ട ചേച്ചി പോയാൽ എനിക്ക് സങ്കടമാണെന്ന് പറഞ്ഞുകൊണ്ട് നീള കരയുവാണ്. അത് കേട്ടപ്പോ കാവേരി പറഞ്ഞു മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിന്റെ വീട്ടിലാ ജീവിക്കണേന്ന് പറഞ്ഞു, ഇവിടെ അല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിളയെ സമാധാനിപ്പിക്കുകയാണ്. ആ സമയം ജയപാലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അരവിന്ദന്. അപ്പം ജയപാലിന്റെ അടുത്ത് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരോരോ പണികളൊക്കെ ചെയ്ത സമയത്ത് ജയപാലിന് അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം.
അരവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ബാ അരവിന്ദ, എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു. എടാ, ഞാനിന്ന് സ്വർണ്ണം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറെ സ്വർണ്ണമൊക്കെ എടുത്തു മോൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. ആ, അത് നല്ല കാര്യമാണ്, സ്വർണ്ണത്തിനൊക്കെ തീ പിടിച്ച് വിലയല്ലേന്ന് ചോദിച്ചു. അതെ. എടാ, സ്വർണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ ഇങ്ങെടുത്താട്ടെ, അതുകൊണ്ട് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താനുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുവാണ് ജയബാലൻ. എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല, പൈസ എടുത്ത് തരാനായിട്ട്. അല്ല, അതിന് നിന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞു. പൈസ ഇല്ലെന്നോ? നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു. അല്ല, നിന്റെ അക്കൗണ്ടിലെ പൈസയൊക്കെ തീർന്നു. അപ്പം ജയബാലന്റെ അക്കൗണ്ടിലേക്കാണ് ഗൾഫിൽ നിന്ന് പൈസ ഇട്ട് കൊടുത്തോണ്ടിരുന്നേ അരവിന്ദന്. പക്ഷെ എങ്കിൽ ജയബാലന് അവസാനം പൈസ ഇല്ലെന്ന് പറയാണ്. എടാ, നിനക്കുള്ള പൈസ ഞാൻ എടുത്തു തന്നല്ലോ, നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു നീ അയച്ചു കൊടുക്കുന്ന പൈസയൊക്കെ. പിന്നെ അത് മാത്രമല്ല, നീ പറഞ്ഞ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്തില്ലേ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയില്ല എന്നൊക്കെ ചോദിക്കണം. എടാ, എന്നാലും ആ സമയത്ത് വല്ലാത്തൊരു അവസ്ഥയായി പോയി അരവിന്ദന്. എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.